കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ്സിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മുളിയങ്ങൽ ചെക്കലത്ത് റസാഖിന്റെ മകൻ ഷാദിലാണ് മരിച്ചത്. പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഷാദിൽ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ശ്രീന്ത, പേരാമ്പ്രയിലാണ് ഒരു അപകട മരണം ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പേരാമ്പ്ര സെൻറ്റ് ഫ്രാൻസിസ് പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിട്ടുള്ള ഷാദിൽ എന്ന 19-കാരനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ വിദ്യാർത്ഥി. ആ വേളയിലാണ് ഒരു സ്വകാര്യ ബസ്, സേഫ്റ്റി എന്ന പേരുള്ള ആ സ്വകാര്യ ബസ് ഇടിച്ചാണ് ഈ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ കുട്ടി സഞ്ചരിച്ചിരുന്ന ബൈക്കിന് നേരെ ഈ ബസ് പാഞ്ഞു കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. ഉടൻ തന്നെ അവിടെ പേരാമ്പ്ര EMS ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഷാദിലിൻ്റെ മരണം സംഭവിച്ചു. അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സമീപ നാളുകളായിക്കൊണ്ട് വലിയ രീതിയിൽ വാഹനങ്ങൾ, ഈ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം വ്യാപകമാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പുമൊക്കെ നടപടിയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യക്ഷമമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം കൂടി ഉണ്ടാകുമ്പോൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കും എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഷാദിലിൻ്റെ മൃതദേഹം ഇപ്പോഴും EMS സഹകരണ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ വെച്ചായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാവുക. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടെ വെച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ഈ വാഹനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയുമായി ബന്ധപ്പെട്ട് ഏതാനും നാളുകളായിക്കൊണ്ട് വലിയ പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിക്കൊണ്ടാണ് ഈ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് കൂടുതലായി ഉണ്ടാകണം എന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ശ്രീന്ത, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ്.